എന്തായാലും ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. നമ്മൾ ഇപ്പോൾ ഒരു സിനിമാ നയം കേരളത്തിൽ കൊണ്ടുവന്നു, ക്യാബിനറ്റ് അംഗീകരിച്ചു. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ തുടർച്ചയായി സിനിമാ സെറ്റുകളിൽ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോക്യുമെൻറ്റിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നിയമം വരാൻ പോവുക, അടുത്ത ഗവൺമെൻറ് അതിൻ്റെ നിയമനിർമ്മാണത്തിലേക്ക് കടക്കും. അപ്പോൾ പല സിനിമാ സെറ്റുകളിലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ പല ഘട്ടങ്ങളിൽ പലരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ഈ റിപ്പോർട്ടും അതേ തുടർന്ന് നമ്മൾ ഈ നിയമം കൊണ്ടുവന്നത്, ഈ സിനിമാ നയവും കൊണ്ടുവന്നത്. അപ്പോൾ അത് ഇനി തുടരുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളോട് യോജിക്കാൻ കഴിയില്ല. ഇരയോടൊപ്പം തന്നെയാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ സമൂഹം. ആ കാര്യം ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പരിശോധിച്ച് ഉചിതമായ നിയമ നടപടിയിലേക്ക് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.